ദാരിദ്ര്യമുണ്ടായി കഴിഞ്ഞാൽ ഇല്ലാമൂതേലും വാലഞ്ഞവൻ ഓതുകിൽ എന്നും നിഅമത്തിലാകും അതെന്നോവർ അല്ലൽ മീഗന്ധേ കാടത്തിൽ അകപ്പെട്ടോർ അസ്മാഊരത്താൽ കാടം വീടും എന്നോവർ. കണ്ടോ, ഇല്ലാ മുതലും വലഞ്ഞവർ, മുതലില്ലാത്ത ആളുകൾ, ദരിദ്രന്മാര് ബദരീങ്ങളെ വിളിച്ച് തേടിയാൽ ഉടനെ മുതൽ കിട്ടും. കടത്തിൽ അകപ്പെട്ടവർ ബദരീങ്ങളെ വിളിച്ചു പറഞ്ഞാൽ അവരുടെ കടം വീടും. ബദരീങ്ങൾ ഇതാണോ പഠിപ്പിച്ചത്? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാന്റെ റസൂലേ, കടം കൊണ്ട് ഞാൻ വല്ലാതെ വലഞ്ഞിരിക്കുന്നു, എൻ്റെ കടക്കാരി എന്നെ ശല്യപ്പെടുത്തുന്നു നബിയേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ എന്ന ബദരീങ്ങളുടെ നേതാവ് എന്താ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഞാൻ ഇവിടെ ബദരീങ്ങളുടെ നേതാവായിട്ടുണ്ടെന്ന് നിനക്കറിഞ്ഞൂടെ? ഇവിടെ ബദരീങ്ങൾ പങ്കെടുത്ത ബദരീങ്ങൾ ഉണ്ടെന്നറിഞ്ഞുകൂടെ? ഷഹീദുകളായ ശുഹദാക്കൾ ഉണ്ടെന്നറിഞ്ഞൂടെ? നീ അവരുടെ ആസ്മാകൾ ഇരുന്ന് ചൊല്ലിക്കോ എന്നാണോ ആ സഹാബിയോട് പറഞ്ഞത്? മറിച്ച് പറഞ്ഞതെന്താ? കടമുണ്ടെങ്കിൽ നീ അള്ളാഹിനോട് തേട്. അല്ലാഹുമ്മ ക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനീ ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ, ഹലാലുകൾ തന്നുകൊണ്ട് ഹറാമിൽ നിന്ന് നീ എന്നെ കാക്കണേ. നിന്റെ ഔദാര്യം മുഖേന നീ എനിക്ക് ധനം നൽകണേ, എന്നെ ധന്യനാക്കണേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ പഠിപ്പിച്ചത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റമി. റബ്ബേ, കടക്കണിയിൽ നിന്ന് രക്ഷിക്കണേ അല്ലോ. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകളല്ലേ ബദരീങ്ങളുടെ നേതാവ് കടക്കാരോട് പഠിപ്പിച്ചു കൊടുത്തത്? എന്നിട്ട് ആ നേതാവിനെയും ബദരീങ്ങളെയും അതാ പറയുന്നതെന്താ? അല്ലൽ മീഗന്ധേ കാടത്തിൽ അകപ്പെട്ടോർ അസ്മാഊരത്താൽ കാടം വീടും എന്നോവർ. ബദരീങ്ങളുടെ പേരങ്ങനെ ഇരുന്ന് വിളിക്കാനാണ് ഈ മാലക്കാരൻ ആവശ്യപ്പെടുന്നത്. അതാ ഇവരുടെ മജ്‌ലിസുന്നൂറിലും നടക്കുന്നത്. ഈ കടങ്ങളൊക്കെ ബദരീങ്ങൾ വീട്ടിത്തരും, രോഗം ബദരീങ്ങൾ വീട്ടിത്തരും. നിങ്ങൾ ആലോചിക്ക്, ദരിദ്രരായിക്കൊണ്ടല്ലേ പല ബദരീങ്ങളും ജീവിച്ചത്. ബദരീങ്ങളുടെ നേതാവ് തന്നെ വഫാത്താകുമ്പോ അവിടുത്തെ പടയങ്കി വരെ ജൂതന്റെ വീട്ടിൽ പണയത്തിലല്ലേ? അതുപോലെ തന്നെ ബദരീങ്ങളതാ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ അവരുടെ വീട്ടിലതാ 2 മാസത്തോളം അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല റസൂലുള്ള എന്ന ബദരീങ്ങളുടെ നേതാവിന്റെ വീട്ടിൽ. യുദ്ധത്തിന് പോകുമ്പോ കാലിൽ ചെരിപ്പിടാൻ പണമില്ലാതെ ചെരിപ്പ് ധരിക്കാത്ത ബദരീങ്ങള് യുദ്ധത്തിന് പോകുമ്പോ കാലൊക്കെ കല്ലിൽ മുട്ടിയിട്ട് നഖങ്ങളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് കാലില്ലതാ മുറിവുകളും വ്രണങ്ങളും പ്രത്യക്ഷപ്പെട്ട് നടക്കുവാനാവാതെ അവർ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറിയിട്ട് ആ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് കാലിൽ ചുറ്റി വരിഞ്ഞിട്ടാണ് നടന്ന് യുദ്ധത്തിന് പോയത്. ബദരീങ്ങളെ കുറിച്ചുള്ള ചരിത്രം അതല്ലേ? അങ്ങനെയുള്ള ബദരീങ്ങളെ കുറിച്ചാ പറയുന്നത്. കടമുണ്ടെങ്കിൽ ഇല്ലാ മുതലും അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് വലയുമ്പോ അവരെ വിളിച്ച് തേടിക്കോളാനാ പറയുന്നത്. അതുപോലെ തന്നെ ദാഹം വീശപ്പോ കോടുമാ തളർച്ചയോ തടിയിൽ മാറലോ ജിൻ ശൈത്താൻ ചതിയാലോ ദേഹം വലഞ്ഞവനി പേരീനെ ചൊല്ലുകിൽ തീരും മുനമേ ശീഫയാകും എന്നോവർ. ആലോചിച്ചു നോക്ക്, ഈ ഗാനശേഖരത്തിലുള്ളതാ ബദറിന്റെ അന്ന് ചൊല്ലി പാടുന്ന മാലപ്പാട്ടിലത്. ദാഹവും വിശപ്പും കൊടുമയും തളർച്ചയൊക്കെ ഉണ്ടാവുമ്പോ ബദരീങ്ങളേന്ന് വിളിച്ചോന്ന്. ഇവിടെ ബദരീങ്ങൾ ദാഹിച്ച് നടന്നവരാണ്, ബദരീങ്ങൾ വിശപ്പ് സഹിച്ചവരാണ്. ഭക്ഷണം കഴിക്കാനില്ലാതെ പച്ചിലകൾ കഴിച്ചിട്ട് ചുണ്ടും നാവുമൊക്കെ വ്രണങ്ങൾ വന്നിരുന്നു. ഇല കഴിച്ച് ചവച്ചരച്ചിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ പരസ്പര ബന്ധമില്ലാത്ത നിലക്കുള്ള കാഷ്ടമാണ് ഞങ്ങളില്ലെന്ന് വിസർജന സമയത്ത് പുറത്തേക്ക് വന്നിരുന്നത് എന്ന് അതേ ഭക്ഷണത്തിന് വകയില്ലാത്ത ബദരീങ്ങൾ അടക്കമുള്ള സ്വഹാബത്തിന്റെ ചരിത്രം പറയുമ്പോ ആ ബദരീങ്ങളെ വിളിച്ചാൽ ദാരിദ്ര്യമില്ലാതെ പണമുണ്ടാകും, കടം വീടും. അതുപോലെ തന്നെ രോഗത്തിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, മഹാമാരികൾ വരുമ്പോ ബദരീങ്ങളെ എന്ന് വിളിച്ചോ. ഇതാ മജ്‌ലിസുന്നൂറിൽ പഠിപ്പിക്കുന്നത്, ഇതാണ് ഇവരുടെ ബദർമാലയിൽ പഠിപ്പിക്കുന്നത്. അതേ അവസരത്തിൽ ഇവര് വിളിച്ചു തേടുന്ന ബദരീങ്ങളില്ലേ, ആ ബദരീങ്ങൾ മഹാമാരി കൊണ്ട് മരണപ്പെട്ടവരാണ്. ആലോചിച്ചു നോക്ക്, ബദറിൽ പങ്കെടുത്ത ഷഹീദുകൾ, ആ ഷഹീദുകൾക്ക് പുറമെ പിൽക്കാലത്ത് ജീവിച്ച സഹാബിമാർ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള പല സഹാബിമാരും
പ്ലേഗ് ബാധിച്ചുകൊണ്ട് മഹാമാരി, ആ കാലഘട്ടത്തിലെ മഹാമാരി ബാധിച്ചുകൊണ്ട് അവർ മരിച്ചവരാ. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായവരാണ്. ഒരുപാട് രോഗങ്ങൾ വന്നുകൊണ്ട് ആയിരക്കണക്കിന് സഹാബിമാര് മരിച്ചു വീണിട്ടുണ്ട്. ആ ബദരീങ്ങളോട് വിളിച്ചുകൊണ്ടാണ് മഹാമാരിയിൽ നിന്ന് കാവല് തരണേ, ശിഫ തരണേ എന്ന് തേടുന്നത്. ഇതൊക്കെ അവർക്കതിന് കഴിയൂല. അവർക്ക് അവരുടെ തടിയെ തന്നെയും രക്ഷപ്പെടുത്താൻ അവർക്കായിട്ടില്ല. ശത്രുക്കൾ അവരെ വെട്ടിക്കൊന്നപ്പോൾ അത് തടുക്കാൻ അവർക്കായിട്ടില്ല. അതൊന്നും അവരുടെ പോരായ്മയല്ല, അവർക്കുള്ള മഹത്വമാണ്. കാരണം അവരൊക്കെ സൃഷ്ടികളാണ്. ബദരീങ്ങളിൽപ്പെട്ട ആളായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സുബഹിന്റെ സമയത്തല്ലേ മിഹ്റാബിൽ നിസ്കരിക്കാൻ നോക്കുമ്പോ ശത്രു കുത്തി വീഴ്ത്തുന്നത്. ആ ശത്രുവിനെ തടയാൻ വേണ്ടി ചെന്ന 10-13 ബദരീങ്ങളെയും അവൻ കുത്തിപ്പരിക്കേൽപ്പിച്ചില്ലേ? 5-6 ബദരീങ്ങൾ അവിടെ വെച്ച് തന്നെ ഷഹീദുകളായില്ലേ? ബദരീങ്ങളുടെ കൂട്ടത്തിൽ പ്രശസ്തനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ശത്രുവിനെ ഇരുട്ടത്ത് കാണാൻ കഴിഞ്ഞോ? ആ ശത്രുവിനെ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി മറ്റു ബദരീങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ? ആ അവനോടുള്ള ഏറ്റുമുട്ടലിൽ വരെ കുറെ സഹാബിമാര് ഷഹീദുകളായില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കയറിയിട്ടല്ലേ ശത്രുക്കൾ താടിക്ക് പിടിച്ചുകൊണ്ട് കഴുത്തറുത്ത് കൊന്നത്? ബദരീങ്ങളിൽപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വെള്ളം പോലും മുടക്കിയില്ലേ? വെള്ളം പോലും കിട്ടാതെ നോമ്പുകാരനായി കൊണ്ടല്ലേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായത്? ബദരീങ്ങളിൽപ്പെട്ടയാളല്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു റമദാൻ 17 വെള്ളിയാഴ്ച സുബഹിക്കതാ ജനങ്ങളെയൊക്കെ മദീന പള്ളിയിലേക്ക് ജമാഅത്തിന് വിളിച്ചതിന്റെ ശേഷം മിഹ്റാബിൽ നിന്ന് നിന്നപ്പോ അതേ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ശത്രു വെട്ടിക്കൊന്നില്ലേ? ആലോചിക്ക്, അദ്ദേഹവും ഷഹീദായി. ബദറിൽ പങ്കെടുത്ത നേതാവല്ലേ? ഇങ്ങനെ എത്രയെത്ര നേതാക്കന്മാരെ വെട്ടിക്കൊന്നിട്ടുണ്ട്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ബദരീങ്ങളിൽ പ്രശസ്തരാണ്. സ്വർഗമുണ്ടെന്ന സുവിശേഷം ലഭിക്കപ്പെട്ട നേതാക്കളാണ്. ഇവരെയൊക്കെ ശത്രുക്കൾ വകവരുത്തിയിട്ടുണ്ട്. അവർക്കാർക്കും അത് തടയാൻ സാധിച്ചിട്ടില്ല. 10-14 ബദരീങ്ങളെ ബിർ മഊന എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് കാഫിറുകൾ വെട്ടിക്കൊന്നിട്ടുണ്ട്. പിൽക്കാലത്ത് യമാമ യുദ്ധത്തിൽ വെച്ച് 22 ബദരീങ്ങളെ ശത്രുക്കൾ വെട്ടിക്കൊന്നിട്ടുണ്ട്. അവർക്കൊന്നും അവരുടെ നേരെ വരുന്ന അപകടത്തെ പോലും തടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് മനുഷ്യരുടെ കഴിവിന്റെ പരിമിതിയാണ്, പരിധികളാണ്. അവർക്കൊക്കെ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള ജന്നത്തിലേക്ക് അവരുടെ ആത്മാക്കൾ അങ്ങ് പറന്നുപോയി. ഇന്നും സ്വർഗത്തിൽ റഹ്മാനായ റബ്ബ്